ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 13 ജൂലൈ, തൊട്ടപ്പുറത്തെ മാസം സ്റ്റാർട്ട് ചെയ്തു 13 ജൂലൈ. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂർ. റബ്ബർ മാർക്ക് എവിടെയായിരുന്നു? ഞാൻ അനഘ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റബ്ബർ മാർക്ക്, റബ്കോ, റബ്ബർ ബോർഡ്. കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് വരിക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവെക്കാം. റബ്ബർ മാർക്ക് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് അതെങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തതാണ് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റബ്ബർ മാർക്ക് ഹാസ് ക്രംപ് റബ്ബർ ഫാക്ടറി അറ്റ് ചേന്നപ്പടി വിത്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം. അടുത്തത് റബ്കോ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഫോം ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. ഇതിൽ നിന്ന് വേണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. അടുത്ത നോക്കിയേ. റെയിൻബോ ചെപ്പൽ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ്. പ്രോഡക്ട്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ രീതിയിലൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇത് ടാക്കിൾ ചെയ്യാൻ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റത്തെ റബ്ബർ മാർക്കാണ്. 3 നമ്മൾ പഠിക്കും. ആദ്യം പഠിക്കാൻ പോകുന്നത് റബ്ബർ മാർക്കാണ്. അപ്പോൾ റബ്ബർ മാർക്കിൻ്റെ ഫുൾ ഫോം അല്ലേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റബ്ബർ മാർക്ക് എന്താണ് രജിസ്റ്റർ ചെയ്തതെന്നും കൂടി പഠിക്കണം. 16/3/1971. 16/3/1971 രജിസ്റ്റർ ചെയ്തത്. ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 30/4/1971. ഇത് രണ്ടും പഠിക്കണം. കാരണം റബ്ബർ മാർക്ക് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഡേറ്റും രണ്ടായിട്ട് ചോദിക്കാം. ഒന്നില്ലെങ്കിൽ വർഷം ചോദിക്കാം, അല്ലെങ്കിൽ ഫുൾ ഡേറ്റ് ചോദിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഫുൾ ഫോം പഠിച്ചു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തത് 16/3/1971. ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 30/4/1971. ഓക്കെ, റബ്ബർ മാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാമേഴ്സിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത റബ്ബറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ എവിടേക്ക് എത്തിക്കുന്നത്? മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അവരുടെ ടാഗ് ലൈൻ തന്നെ ഇതാണ്: ദ ലാർജസ്റ്റ് സപ്ലയർ ഓഫ് ദ നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് സപ്ലയർ ഓഫ് നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ. നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇത് എത്ര ടയറിലാണ് വർക്ക് ചെയ്യുന്നത്? 2 ടയറിലാണ് റബ്ബർ മാർക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്നും പഠിച്ച പോയിന്റ്സ്: ഫുൾ ഫോം നമ്മൾ പഠിച്ചു, രജിസ്റ്റർ ചെയ്ത ഡേറ്റ് പഠിച്ചു, ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് പഠിച്ചു, ടാഗ് ലൈൻ പഠിച്ചു, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, 2 ടയർ ആണ് എന്ന്. അപ്പോൾ ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഗാന്ധിനഗർ എന്ന് സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയാം. എറണാകുളമാണ് റബ്ബർ മാർക്കിൻ്റെ എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡേറ്റ് പഠിക്കണം. അതായത് സ്റ്റാർട്ടിംഗ് ഫംഗ്ഷനിങ്, രജിസ്റ്റേർഡ്, ഫുൾ ഫോം, ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത്രയും നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഇവരുടെ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? ഭാരത് ജൈവ ഗോൾഡ്, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ, റബ്ബർ മിക്സ്ചർ. അപ്പോൾ ഇത്രയുമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് വരുന്നത്. ഭാരത് ജൈവ ഗോൾഡ്, മുന്നേ ഭാരത് ജൈവയായിരുന്നു, അതിന് ഇംപ്രവൈസ് ചെയ്തവർ വന്നതാണ് ഭാരത് ജൈവ ഗോൾഡ്, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ, റബ്ബർ മിക്സ്ചർ. ഇത് എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഇതിൽ പെരിയാർ മിക്സ്ചർ ഏതിൻ്റെ പ്രോഡക്റ്റ് ആണ്? റബ്ബർ മാർക്ക് ആണോ, റബ്കോ ആണോ, റബ്ബർ ബോർഡ് ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തുനിന്ന് വരാം. ഓക്കെ ആണല്ലോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഏറ്റവും അധികം കണ്ടുവരുന്നതാണ് റബ്ബർ മാർക്കിൻ്റെ റുബക് ബലൂൺസ്. നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ആ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റുബക് ബലൂൺസ് ആണ് പോപ്പുലറായിട്ട് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഒരുവിധം എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്? റുബക് ബലൂൺസ് ആണ്. അതായത് 2004 ഇവരിത് സ്റ്റാർട്ട് ചെയ്തത്. അത് ആരുടെ സംരംഭമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? റബ്ബർ മാർക്കിൻ്റെയാണ്. ഓക്കെ, റുബക് is a balloon produced by the rubber mark with the collaboration of Malaysia. ആരുടെ കൊളാബറേഷനിലൂടെയാണ്? മലേഷ്യയുടെ കൊളാബറേഷനിലൂടെ റബ്ബർ മാർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് റുബക് ബലൂൺസ് എന്ന് പറയുന്നത്. 2004 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റബ്ബർ മാർക്കിലെ മെയിൻ പ്രോഡക്ട്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്തതാണ് റബ്കോ.
അപ്പോൾ റബ്കോയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫോം പഠിക്കുന്നു, ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കുന്നു, സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ്, രജിസ്റ്റേർഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. റബ്കോ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് എന്നാണ്. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ആണ് റബ്കോ എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്തത് എന്നായിരുന്നു? 9th June 1997. റബ്ബർ മാർക്ക് എന്നായിരുന്നു? ആലോചിച്ച് നോക്കണേ. സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 13th July 1997. 1997 ആര് വന്നത്? റബ്കോ വന്നത്. രജിസ്റ്റർ ചെയ്തത് 9 ജൂൺ, ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 13 ജൂലൈ, തൊട്ടപ്പുറത്തെ മാസം സ്റ്റാർട്ട് ചെയ്തു 13 ജൂലൈ. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂർ. റബ്ബർ മാർക്ക് എവിടെയായിരുന്നു? ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമായിരുന്നു. റബ്കോ വരുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. എഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ വരുന്നതാണ് റബ്കോ. റബ്കോയും റെയ്ഡ്കോയും നമ്മൾ സിംഗിൾ കമോഡിറ്റിയിൽ പഠിക്കുന്നതാണ് അല്ലേ? റബ്കോയിൽ റെയ്ഡ്കോയും എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? കണ്ണൂരാണ്. എപ്പോഴും സ്ഥിരം ഒരുമിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? റബ്കോയും റെയ്ഡ്കോയും എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? കണ്ണൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ പ്രോഡക്ട്സ് ആണ് ന്യൂട്രിക്കോ. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത് ന്യൂട്രിക്കോ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് റബ്കോ. ന്യൂട്രിക്കോ റബ്കോ എന്നാലോചിക്കുക. ന്യൂട്രിക്കോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇനി അടുത്താണ് ലഷ് ഓയിൽ. ലഷ് ഓയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേബി ഓയിലാണ്. പിന്നെ റെയിൻബോ ചപ്പൽസ്, റബ് വുഡ്, ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഫോം മാട്രസ് ഒക്കെ ഇവരുടെ മെയിൻ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ റബ്കോയിൻ്റെ പ്രോഡക്ട്സ് ന്യൂട്രിക്കോ, ലഷ് ഓയിൽ, റെയിൻബോ ചപ്പൽ, റബ് വുഡ് എന്നുള്ളതൊക്കെയാണ് റബ്കോയിൻ്റെ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് റബ്ബർ ബോർഡ് എന്ന് പറയുന്നത്. റബ്ബർ ബോർഡ് വന്ന വർഷം നമുക്ക് നോക്കാം. 1947 ഏപ്രിലാണ് വന്നിട്ടുള്ളത്. റബ്ബർ ബോർഡ് വന്നത് എങ്ങനെയാണ്? 18th April 1947 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കോട്ടയം. അപ്പോൾ ഇത് മൂന്നും മാറിപ്പോവാനുള്ള സാധ്യത വളരെയധികമാണ്. റബ്കോ ആയിക്കോട്ടെ, റെയ്ഡ്കോ ആയിക്കോട്ടെ. റെയ്ഡ്കോയും റബ്കോയും എഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണെന്നും പഠിച്ചിട്ടുണ്ടാവും. റബ്കോ, റബ്ബർ മാർക്ക്, റബ്ബർ ബോർഡ്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിനെയും ഒരു ടേബിളൊക്കെ വരച്ച് എന്ത് ചെയ്യണം? അതിൻ്റെ ഫുൾ ഫോം എഴുതി വെക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് എഴുതി വെക്കുക, അതുപോലെ തന്നെ ഫോം ചെയ്ത ഡേറ്റും സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും, അങ്ങനെ മൂന്നിനെയും കാറ്റഗറൈസ് ചെയ്ത് എഴുതി വെച്ച് പഠിക്കുക. കാരണം ഓരോന്നും പഠിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോവാനുള്ള സാധ്യത ഈ കാര്യത്തിൽ കൂടുതലായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്നാണ് മക്കളെ റബ്ബർ ബോർഡ് സ്റ്റാർട്ട് ചെയ്തത്? 1947. ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ്? കോട്ടയമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ ആണല്ലോ? ഇനി റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് നിയമത്തിൻ്റെ ബലത്തിലാണ് റബ്ബർ ബോർഡ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബർ ആക്ട് 1947 ഇതിലാണ് എന്ത് വന്നിട്ടുള്ളത്? റബ്ബർ ബോർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓവറോൾ ഈ കൺട്രിയുടെ റബ്ബർ ഇൻഡസ്ട്രിയിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വലിയ തോതിൽ സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാണ് റബ്ബർ ബോർഡ് എന്ന് പറയുന്നത്. റബ്ബർ ബോർഡ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഏതിൻ്റെയാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ള കാറ്റഗറിയിൽ അടിയിലായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? റബ്ബർ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നോക്കി, റബ്ബർ മാർക്ക് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. റബ്ബർ മാർക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1971 സ്റ്റാർട്ട് ചെയ്തത്. എവിടെയാണ് കിടക്കണേ? ഓപ്ഷൻ സിയിലാണ് കിടക്കുന്നത്. അടുത്തത്, റബ്ബർ മാർക്കിന് ഒരു ക്രംപ് റബ്ബർ ഫാക്ടറി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. എവിടെയാണത്? അങ്ങനെയും ചോദിക്കാം. ഈ ക്രംപ് റബ്ബർ ഫാക്ടറി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ചേന്നപ്പടിയിലാണുള്ളത്. ആരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിലാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? വേൾഡ് ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും. ഓപ്ഷൻസ് കണ്ടോ? നബാർഡ്, ഗവൺമെൻറ് ആൻഡ് നബാർഡ്, വേൾഡ് ബാങ്ക് ആൻഡ് നബാർഡ്. അപ്പോൾ ഓപ്ഷൻസ് ഈ രീതിയിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യണം. വേൾഡ് ബാങ്ക് ആൻഡ് നബാർഡിൻ്റെ കീഴിൽ ആണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ക്രംപ് റബ്ബർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ്? ചേന്നപ്പടിയിൽ. ഇനി റബ്കോയിൻ്റെ ഫുൾ ഫോം. റബ്കോയിൻ്റെ ഫുൾ ഫോമിൽ നമുക്ക് കാണാണ്ടറിയാം. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. അപ്പോൾ അതും കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് റെയിൻബോ ചപ്പൽ. പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെയിൻബോ ചപ്പൽ ഏതിൻ്റെ പ്രോഡക്റ്റാണ്? റബ്കോയിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ രീതിയിൽ വേണം നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ പഠിക്കാനായിട്ട്. അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിക്ക് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ ബാച്ചും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്. നമ്മുടെ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് 7736122215 എന്നുള്ളത്. അപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയായാലും, കോഴ്സ് ആയിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ അസിസ്റ്റൻസ് വേണോ അല്ലെങ്കിൽ എന്തൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടോ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ലിങ്ക് വഴി മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് സപ്പോർട്ട്, സ്റ്റഡി സെക്ഷൻസ്, ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്.
അപ്പോൾ പരമാവധി ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും വിനിയോഗിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും പുതുതായിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.